ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്? അല്ല മടിക്കണ്ട, കടന്നു വരൂ. പാപ്പച്ച അത് ആ കാട്ടുപോത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട. രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി. സത്യമല്ല? ആ, ആ, ആ. എല്ലാം കൊള്ളാം. പക്ഷേ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി. അതാണ് പോയിന്റ്. പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും. ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ ഞാൻ എടുത്തത്? പറ. നട്ടപ്പാതിരിക്ക് ഉറക്കം കളഞ്ഞ് കാട്ടി കയറിയിട്ട് അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ? പാപ്പച്ച എന്താണോ താനിങ്ങനെ? തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. എന്ത് കാര്യത്തിന്? എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റുകാരോടും ഒടുക്കത്ത് ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുനാൾ കൊടിയിറങ്ങുമ്പോൾ പാപ്പച്ചനൊന്നുകൂടെ കയറി വരും. എന്തായാലും കാട്ടുപോത്ത് എരുമയെ മാറിയതിന് കോടതി കയറണോ? അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് വിലങ്ങണിയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം? ചിന്തിക്കാം.